Good afternoon. So today we are going to study about parity violation in beta decay. So നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ടില്ലേ എന്താണ് ബീറ്റ ഡിക്കേനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് ഇന്ററാക്ഷൻസിലെ എന്താണ് ഓരോ ഡിക്കേസും ഏത് ഇന്ററാക്ഷൻസിൽ വരുന്നു, അതുപോലെ എന്താണ് പാരിറ്റി എന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്കിന്ന് ഫസ്റ്റ് എന്താണ് പാരിറ്റി എന്നുള്ളത് നോക്കാം. സോ എന്താണ് ബീറ്റ ഡിക്കയിലുള്ള പാരിറ്റിയുടെ വയലേഷൻ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നില്ലേ. സോ ആദ്യം നമുക്ക് എന്താണ് പാരിറ്റി എന്നുള്ളത് അറിയാം. സോ വാട്ട് യു മീൻ ബൈ പാരിറ്റി? പാരിറ്റി സിമെട്രി ഇസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. It is the mathematical operation which just flip the sign of the coordinate axis. എന്താണ് പാരിറ്റി എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് ഒരുപാട് കോർഡിനേറ്റ് സിസ്റ്റംസ് അറിയാം അല്ലെ. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഇങ്ങനെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആയിക്കോട്ടെ, ഒരു പാരിറ്റി, ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉള്ള ഒരു പാരിറ്റി സിമെട്രി, അല്ലെങ്കിൽ ആക്ച്വലി പാരിറ്റി എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ പാരിറ്റി ഓപ്പറേറ്റർ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് ആ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ആക്സിസുകളുടെ സൈൻ എന്ത് ചെയ്തു? ഫ്ലിപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് ഇപ്പോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? വി ഹാവ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് അല്ലെ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് എന്തുണ്ട്? എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു കോർഡിനേറ്റ് ആക്സിസിൽ ഒരു പാരിറ്റി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഈ ആക്സിസുകളുടെ ഓരോ ആക്സിസുകളുടെയും സൈൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഫ്ലിപ്പ് ഓഫ്, വിച്ച് മീൻസ് എക്സ് ആക്സിസ് വിൽ ബിക്കം മൈനസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വിൽ ബിക്കം മൈനസ് വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് വിൽ ബിക്കം മൈനസ് ഇസഡ് ആക്സിസ്. സോ ഇങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റങ്ങളുടെ സൈൻ, കോർഡിനേറ്റ് ആക്സിസുകളുടെ സൈൻ ഫ്ലിപ്പ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? പാരിറ്റി സിമെട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരിറ്റി എന്ന് പറയുന്നത്. That is, when we applied a parity transformation to the physical quantities, the coordinate axis in which they belong itself flip the sign. എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇപ്പൊ എന്തും ആവാം അല്ലെ, ഡിസ്റ്റൻസ് ആവാം. എന്താണ് നമ്മൾ ഡിസ്റ്റൻസ് ആറിലാണ് നമ്മൾ പാരിറ്റി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊമെന്റം പി, അല്ലെങ്കിൽ എന്താണ് ലീനിയർ മൊമെന്റം പി, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എൽ, ഇങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിക്കോട്ടെ അതിന് നമ്മൾ പാരിറ്റി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിൽക്കുന്ന കോർഡിനേറ്റ് ആക്സിസിലാണ് നമ്മൾ ആക്ച്വലി എന്ത് ഇതാക്കുന്നത്? പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു എന്താണ് നമ്മളെ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, മൊമെന്റം ആയിക്കോട്ടെ, എല്ലാം നമുക്ക് കോർഡിനേറ്റ് ആക്സിൽ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുള്ള, അത് ബിലോങ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ആക്സിസിന്റെ സൈൻ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഫ്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ സിമ്പിൾ നമുക്ക് പറയാം എന്താണ് പാരിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫ്ലിപ്പ്, ഇറ്റ് ജസ്റ്റ് ഫ്ലിപ്പ് ദ സൈൻ ഓഫ് ദി കോർഡിനേറ്റ് ആക്സിസ്. സോ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. So here we have the coordinate axis with the x-axis, y-axis, z-axis. കണ്ടോ, ഇവിടെ നമുക്ക് x ഉണ്ട്, y ഉണ്ട്, z-axis ഉണ്ട്. They are mutually perpendicular. So ഇങ്ങനെ ഒരു സിസ്റ്റത്തെയാണ്. സോ ഇവിടെ കണ്ടോ, x-axis, y-axis and z-axis. So ഇതാണ് ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ നമ്മൾ പാരിറ്റി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ നമ്മൾ പാരിറ്റി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം ലെഫ്റ്റ് ഹാൻഡഡ്, വിച്ച് മീൻസ് എന്താണ്? ഓരോ കോർഡിനേറ്റ് ആക്സിസും അതിന്റെ സൈൻ എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് വിൽ ബിക്കം മൈനസ് എക്സ്. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാ എക്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇതാ ഞാൻ വരക്കുന്ന കാണുന്നില്ല, എക്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്. സോ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഡയറക്ഷൻ. സോ this is the flipping of x-axis. Then y-axis എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മളുടെ y-axis. സോ അതെങ്ങനെയാവും? നേരെ അതിന് ഓപ്പോസിറ്റ് ഇങ്ങനെയാവും. Then this is minus y. Then z-axis എന്ന് പറയുന്നത് ഇവിടെ മുകളിലോട്ടാണ്. സോ അതിന്റെ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് മൈനസ് z അല്ലെ. സോ
system is called the left-handed system. ഇതാണ് എന്ന് പറയുന്നത് അതിന്റെ left-handed system എന്ന് പറയുന്നത്. അതായത് ഓരോ കോർഡിനേറ്റ് ആക്സിസും എന്ത് ചെയ്തു, അതിന്റെ സൈഡ് ഫ്ലിപ്പ് ചെയ്തു. സോ എന്താണ്, ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ഉണ്ട്, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ഉണ്ട്. സോ ഈ ഒരു സിസ്റ്റം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നോക്കിയേ, റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിന്റെ ജസ്റ്റ് എന്താണ് ഒരു മിറർ ഇമേജ് ആണ് എന്തെന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ, അവരുടെ സൈൻ, വേറെ ഒന്നും അതിൽ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല, അല്ലെ? ഇവരുടെ ആ കോർഡിനേറ്റ് ആക്സിസിന്റെ സൈൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തു, അല്ലെ? അത്രയല്ലേ സംഭവിച്ചുള്ളൂ. സോ എന്താണ്, റൈറ്റ് ഹാൻഡഡും ലെഫ്റ്റ് ഹാൻഡഡും എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്നിന്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ ഒന്നിന്റെ റിഫ്ലക്ഷൻ ആണ് മറ്റൊന്നെന്ന് പറയുന്നത്, അല്ലെ? സോ ദിസ് ഇസ് ദ parity. So in this way we can have the differentiate the left-handed and right-handed, where just two of them are just the mirror image of the other one. Now ഓക്കെ, യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ്, നമ്മൾ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ, ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്തു, പാരിറ്റി ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് മാറി. ജസ്റ്റ് ഗെറ്റ് ഇൻവേർട്ടഡ്, അത് എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡഡ് എന്തായിട്ട് മാറി, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് മാറി. അതിന്റെ അർത്ഥം എന്താണ്, അതിൽ ഓരോ കോർഡിനേറ്റ് ആക്സിസിന്റെയും സൈൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തു. സോ സിംപ്ലി നമുക്ക് പറയാം എന്താണ്, ഒന്നിന്റെ മിറർ ഇമേജ് ആണ്, റിയൽ വേൾഡിന്റെ ഒരു മിറർ ഇമേജ് ആണ്. ആക്ച്വലി അവിടെ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ, അവിടെ ജസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന എന്താണോ അതിന്റെ ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു മിറർ ഇമേജ്, അല്ലെ? ഇപ്പൊ സപ്പോസ് ഇതൊരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കാം, ഇത് റിയൽ വേൾഡിലാണ്, ഇത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഡയറക്ഷൻ ഓഫ് മോഷൻ വിചാരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു മിറർ ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അത് ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എങ്ങനെയായിരിക്കും, നേരെ തിരിഞ്ഞു, അല്ലെ? സോ ഇത്രയുള്ള പാരിറ്റി എന്ന് പറയുന്നത്, അതായത് എന്താണ്, ജസ്റ്റ് ഒന്നിന്റെ മിറർ ഇമേജ്, ദാറ്റ് ഈസ് കോർഡിനേറ്റ് ആക്സിസിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ സൈൻ എന്ത് ചെയ്യുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ്, സൈന് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വിധേയമാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കും ഇതുപോലെ അവരുടെ സൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് നമ്മളിപ്പോ എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൊമെന്റം, ലീനിയർ മൊമെന്റം, ഇതിലൊക്കെയാണ് നമ്മൾ പാരിറ്റി അപ്ലൈ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ പാരിറ്റി ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആണ് അവർക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് നമുക്കുള്ളത് ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും, ഇറ്റ് വിൽ ബിക്കം മൈനസ് ആർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താകും, അത് മൈനസ് ആർ ആയിട്ട് മാറും. ഇനി ലീനിയർ മൊമെന്റം പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇറ്റ് വിൽ ബിക്കം മൈനസ് പി. ലീനിയർ മൊമെന്റം എന്ന് കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു എന്താണ്, ജസ്റ്റ് സൈൻ എന്ത് ചെയ്യുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു. അപ്പോൾ പാരിറ്റി ഓപ്പറേറ്റർ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാൽ പി എന്ന് പറയുന്നത് എന്തായി മാറും, മൈനസ് പി ആയിട്ട് മാറും. ഇനി ആക്സിലറേഷൻ എന്താവും, it will become minus a, then f ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവും, ഇറ്റ് വിൽ ബി മൈനസ് എഫ്. അപ്പൊ ഇത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്, അതിന്റെ സൈൻ ചേഞ്ച് ചെയ്തു. ബട്ട് ദർ ആർ സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിമൈൻസ് ഇൻവേരിയന്റ് അണ്ടർ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ചില എന്തുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അവരുടെ എന്ത് ചെയ്യുന്നില്ല, പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാലും അവർ അതുപോലെ തന്നെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സൈനിനോ മറ്റോ എന്തിനും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, എല്ല് നമുക്കറിയാം. ലീനിയർ മൊമെന്റത്തിന് എന്തുണ്ട്, പാരിറ്റി ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മൈനസ് പി ആയി മാറുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോ പഠിച്ചു. പക്ഷേ ആംഗുലാർ മൊമെന്റം, when it comes to angular momentum, we know that angular momentum is equal to എന്താണ്, ആർ ക്രോസ് പി ആണ്. അതായത് ഡിസ്റ്റൻസ് ഇൻറ്റു ലീനിയർ മൊമെന്റം ആണ് എന്തെന്ന് പറയുന്നത്, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. സോ ഈ എല്ലിനാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ആർ എന്ന് പറയുന്നത് എന്തായി മാറും, മൈനസ് ആർ ആവും. മൈനസ് ആർ ക്രോസ് മൊമെന്റം എന്ന് പറയുന്നത്, ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് മൈനസ് പി ആകും. സോ മൈനസ് ആർ ക്രോസ് മൈനസ് പി, അല്ലെ? മൈനസ് ആർ ക്രോസ് മൈനസ് പി. സോ മൈനസ് ആർ ക്രോസ് മൈനസ് പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബിക്കം ആർ ക്രോസ് പി. ഇറ്റ് വിൽ ബിക്കം ആർ ക്രോസ് പി, നെഗറ്റീവ് പോസിറ്റീവ്.
then that is equal to r cross p എന്ന് പറയുന്നത് എന്താണ് L ആണ്. സോ എന്താണ് ഈ ആംഗുലാർ മൊമെന്റത്തിന് ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ സൈനിന് ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. അതിന്റെ സൈനിന് ചേഞ്ച് വന്നിട്ടില്ല മീൻസ് അതിന്റെ ഡയറക്ഷൻ റിമൈൻസ് സെയിം. ഏത് ഡയറക്ഷനിലായിരുന്നോ എന്താണ് ആംഗുലാർ മൊമെന്റം, ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ, ഏതൊരു ഡയറക്ഷനിലാണോ ആംഗുലാർ മൊമെന്റം ഉള്ളത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാലും. there will be no change in the direction. So പാരിറ്റി ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇത് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഇതുപോലെ ഇൻവേരിയന്റ് ആയിട്ടുള്ള ഒരാളാണ് സ്പിൻ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സ്പിൻ എന്ന് പറയുന്നത് വി റെപ്രസെന്റ് ഇറ്റ് ബൈ യൂസിംഗ് ദ ലെറ്റർ എസ്. സോ ഈ സ്പിൻ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നതും ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷന് വിധേയമായി കഴിഞ്ഞാലും ആ പാർട്ടിക്കിളിന്റെ നമുക്കറിയാം when it comes to particle physics, right, ഏതൊരു പാർട്ടിക്കിളിനും എന്തുവാ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഇൻട്രിൻസിക് സ്പിൻ ആംഗുലാർ മൊമെന്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സ്പിൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഏതൊരു പാർട്ടിക്കിളും അതിന്റെ തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഈച്ച് പാർട്ടിക്കിൾ ഹാവ് ഇറ്റ്സ് ഓൺ ഇൻട്രിൻസിക് സ്പിൻ. So there is a spin angular momentum associated with it. So that spin angular momentum is also invariant under what parity transformation. ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാലും അതിന്റെ സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. That means if it have a spin angular momentum in this direction, then under a parity transformation it will again in this direction. There will be no change according to a parity transformation. So there are some physical quantities which have changed. Change ഉള്ള physical quantities നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? നമ്മളുടെ ഡിസ്റ്റൻസ്, then linear momentum, then acceleration, force, ഇതുപോലുള്ള physical quantities ഒക്കെ എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. But there are some other physical quantities that didn't what means that didn't change or that become invariant. Like variant means എന്താണ്, ചേഞ്ച് ആവുന്ന. So they will become invariant under what parity transformation. They are angular momentum and spin angular momentum. Okay അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ if a particle follows a trajectory under a force F, okay, ഒരു എന്താണ് ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു and it will be moving in a particular direction. ഒരു ട്രജക്ടറി അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, then by Newton second law നമുക്കറിയാം F is equal to ma അല്ലെ. ഇപ്പൊ ഒരു പാർട്ടിക്കിളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, then it will be moving in a certain direction. Then according to Newton second law we have to write that F is equal to ma. Then if it undergoes a parity transformation, then എന്ത് ചെയ്യുന്നു, അതൊരു parity transformation വിധേയമായി കഴിഞ്ഞാൽ what will be the change? That means the same particle follows a trajectory. ആ സെയിം പാർട്ടിക്കിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, parity transformation വിധേയമാവുന്നത്. ആ സമയത്ത് അതിന്റെ ട്രജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും, -f ആയിരിക്കും. കാരണം നമുക്കറിയാം F എന്ന് പറയുന്നത് പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വിധേയമായാൽ അതെന്തായിട്ട് മാറും, -f ആകും. വിത്ത് ആൻ ഇൻവേർട്ടഡ് കോർഡിനേറ്റ് സിസ്റ്റം -f is equal to -ma. കാരണം എന്റെ ഡയറക്ഷൻ എന്തെയും ചേഞ്ച് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ. സോ -f is equal to -ma, which means what, minus it shows that the Newton's second law didn't distinguish the right-handedness and left-handedness of the word. That is F is equal to ma is invariant under parity transformation. അതായത് നോക്കിയാൽ ഇപ്പൊ നമ്മളെ എന്ത് ചെയ്തു, ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ആ പാർട്ടിക്കിൾ ഒരു ട്രാജക്ടറി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, F is equal to ma എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാർട്ടിക്കിളിന് ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷനിൽ വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് അതിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ഡയറക്ഷൻ എന്തായി, -f ആയി അല്ലെ, -f ആയി. ദെൻ ആക്സിലറേഷൻ അതുപോലെ തന്നെ -a ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും, -f is equal to -ma എന്ന് എഴുതേണ്ടി വരും അല്ലെ. സോ ദാറ്റ് ഈസ് എന്താണ്, ഈ ആദ്യത്തെ എന്തായിരുന്നു, F is equal to ma, അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരുന്നു. ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ആയിരുന്നു. ഇപ്പൊ എന്തായി, ലെഫ്റ്റ് ഹാൻഡഡ് ആയി. കാരണം സൈനുകളെല്ലാം ഫ്ലിപ്പ് ചെയ്തു. പക്ഷേ ഈ നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. പിന്നെ വീണ്ടും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്, F is equal to ma എന്ന് തന്നെയാണ് കിട്ടിയത്. വിച്ച് മീൻസ് ദാറ്റ്
the F is equal to ma is invariant under parity transformation. അതായത് പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വിധേയമാക്കിയാലും എന്താണ് F is equal to ma എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അതിന് പാരിറ്റി കൺസേർവ്ഡ് ആണ്, വിച്ച് മീൻസ് ലെഫ്റ്റ് ഹാൻഡഡ്നെസ് ഏതാ റൈറ്റ് ഹാൻഡഡ്നെസ് ഏതാ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് എന്തിനില്ല, ഇതിനില്ല. ദാറ്റ് മീൻസ് രണ്ടിലും സെയിം ആണ്. ഒന്നിന്റെ മിറർ ഇമേജ് ആണ് അടുത്തത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറും ഇല്ല. അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ആവുമ്പോൾ ഇങ്ങനെ ഒരു ദാറ്റ് മീൻസ് ഇത് നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അപ്പോഴും എന്ത് തന്നെയാണ് F is equal to ma തന്നെയാണ്. പക്ഷെ എന്ത് മാത്രമേ മാറിയുള്ളൂ, ആ ഒരു ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്തു എന്നതിലുപരി വേറെ ഒരു എന്താണ് ചേഞ്ചും ഇല്ല. ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡഡും ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ ഉള്ള ആ ഒരു ഇതെന്തിനുള്ള ഈ ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാലും ഇല്ല. സോ F is equal to ma എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഇൻവേരിയന്റ് അണ്ടർ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. Then parity conservation. എന്താണ് parity conservation എന്ന് പറയുന്നത്? So according to parity conservation, എപ്പോഴാണ് parity conserved ആണെന്ന് പറയുക? If the universe cannot distinguish the left and right handed even, then parity is said to be conserved. അതായത് എന്താണ് നമ്മളുടെ യൂണിവേഴ്സിൽ ഒരുപാട് എന്താണ് ഇത് നടക്കുന്നുണ്ട്, റിയാക്ഷൻസ് എന്താണ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോ അതിൽ ലെഫ്റ്റ് ഹാൻഡഡ് റൈറ്റ് ഹാൻഡഡിനെയും പരസ്പരം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, പാരിറ്റി ഈസ് കൺസേർവ്ഡ്, വിച്ച് മീൻസ് അത് ലെഫ്റ്റ് ഹാൻഡഡിലായാലും റൈറ്റ് ഹാൻഡഡിലായാലും അത് എന്താണ് അത് പോസിബിൾ ആണ്, അത് ഹാപ്പൻ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിലൊരു മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇത് റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് നടക്കാതിരിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡറിനെയും റൈറ്റ് ഹാൻഡറിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ പാരിറ്റി കൺസേർവ്ഡ് ആണ് എന്ന് പറയാം. കാരണം അവിടെ പാരിറ്റി എന്ത് ചെയ്യുന്നില്ല, വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം രണ്ടിലും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ് ആ പാരിറ്റി അവിടെ ഒരു ബാരിയർ ആവുന്നില്ല. ഓക്കെ, ആ ഏതൊരു പ്രോസസ് ആണെങ്കിലും. സോ അങ്ങനെ ഇഫ് വി കനോട്ട് ഡിസ്റ്റിങ്വിഷ് ദ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ അതിൽ എന്താണ് നമ്മൾ പാരിറ്റി ട്രാൻസ്ഫോം ചെയ്യുന്ന ജസ്റ്റ് അതിന്റെ സൈൻ ഫ്ലിപ്പ് ആവുന്നു എന്നതിലുപരി വേറെ ഒരു ചേഞ്ചും അവിടെ വരുന്നില്ല. ബാക്കിയെല്ലാം ഇപ്പൊ എന്താണ് സെയിം ആണ് അല്ലെ. സോ ദാറ്റ്സ് വൈ ഇഫ് യു കനോട്ട് ഡിസ്റ്റിങ്വിഷ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് എന്നും റൈറ്റ് ഹാൻഡഡ് എന്നും അതിൽ രണ്ടിലും ഡിഫറെന്റ് വേർതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പാരിറ്റി കൺസേർവ്ഡ് അല്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ഇഫ് യു കനോട്ട് ഡിസ്റ്റിങ്വിഷ് ദ റൈറ്റ് ഹാൻഡഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ്, then we have to say that their parity is conserved. Okay, so this is the parity conservation. Okay, now parity violation. So when it comes, നമ്മളിപ്പോ parity എന്താണ് എന്നുള്ളത് പറഞ്ഞില്ലേ, parity എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, parity conservation എന്താണെന്ന് പറഞ്ഞു. So when it comes into quantum particles, we are discussing about particle physics. So when it comes to quantum particles, there is a term helicity. So what you mean by helicity is, it is the orientation of spin with respect to its motion. എന്താണ് നമുക്കറിയാം, ഏതൊരു ക്വാണ്ടം പാർട്ടിക്കിളും they have an intrinsic spin and there is an spin angular momentum associated with it. So ആ orientation of spin with respect to its motion എന്താണ്, ആ പാർട്ടിക്കിളിന് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടായിരിക്കും. then it have a spin angular momentum or a spin. സോ അതിന്റെ രണ്ടിന്റെയും ആ ഒരു ഓറിയന്റേഷന്റെ അതിന് ഇതാക്കുന്ന ടേം ആണ് എന്തെന്ന് പറയുന്നത്, ഹെലിസിറ്റി എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്ക് ഹെലിസിറ്റിയെ ഡിഫൈൻ ചെയ്യാം? സോ ഇറ്റ് ഈസ് ദ ഓറിയന്റേഷൻ ഓഫ് സ്പിൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് മോഷൻ. സോ ഹിയർ വി ക്യാൻ സീ there is a particle. So this is the particle. സോ നമുക്ക് രണ്ട് ടൈപ്പ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് റൈറ്റ് ഹാൻഡഡ് അല്ലെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. സോ റൈറ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ സ്പിൻ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പിൻ ഓഫ് ദി പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന്റെ സ്പിൻ അല്ലെങ്കിൽ സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആണ് ഈ റെഡ് ആരോ കാണിക്കുന്നത്. ദെൻ ദ ഗ്രീൻ ആരോ റെപ്രസെന്റ്സ് ദ മോഷൻ, ഏത് ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൊമെന്റം, ലീനിയർ മൊമെന്റം. ഓക്കെ, അതായത് ഏത് ഡയറക്ഷനിലാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ് റെപ്രസെന്റഡ് ബൈ ഗ്രീൻ line, and red arrow represents the direction of spin or direction of spin angular momentum.
ഓക്കെ, സോ ആദ്യം റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം നോക്കൂ. ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ആ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ലീനിയർ മൊമെന്റവും എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും. സച്ച് എ സിസ്റ്റം ഈസ് കാൾഡ് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. അല്ലെ, അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിനെ, ആ പാർട്ടിക്കിൾ എന്താണ്? ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടിക്കിൾ ആണ് നമുക്ക് പറയാം. ആൻഡ് ദേ ഹാവ് ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു അതിന്റെ സ്പിൻ ആംഗുലാർ മൊമെന്റം എന്താണ്? മൊമെന്റവും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മോഷനും ഒരേ ഡയറക്ഷനിലായിരിക്കുമെന്ന്. ദെൻ ഇറ്റ് ഹാവ് എ സ്പിൻ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ ആ പാർട്ടിക്കിളിന്റെ സ്പിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക? ആ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെയുള്ള ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിന്റെ ഹെലിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു +1. ഓക്കെ, സോ ദ ഹെലിസിറ്റി ഓഫ് ദ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ഈസ് +1. ഓക്കെ, അപ്പൊ മാറിപ്പോവരുത്. എന്താണ് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ പാർട്ടിക്കിളിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ആ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനും രണ്ടും എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. സച്ച് എ സിസ്റ്റം ഈസ് കാൾഡ് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം വിത്ത് ഹെലിസിറ്റി +1. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം, പാർട്ടിക്കിൾ ഇതാണ്. ദെൻ അതിന്റെ ഡയറക്ഷൻ ഓഫ് സ്പിൻ, അല്ലെ, സ്പിന്നിന്റെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് സ്പിൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നതും രണ്ടും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ആവുമ്പോൾ സ്പിന്നിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ എന്തിന്റെ ഡയറക്ഷനും? ഡയറക്ഷൻ ഓഫ് മോഷനും പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത്? അതിന്റെ സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഹാസ് എ ഹെലിസിറ്റി ഓഫ് -1. അതിന്റെ ഹെലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? -1 ആയിരിക്കും. ആൻഡ് അതിന്റെ സ്പിൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ഇതാണ് ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ആകുമ്പോൾ സ്പിന്നും അതുപോലെ തന്നെ എന്താണ്? സ്പിന്നും നമ്മളുടെ ഡയറക്ഷൻ ഓഫ് മോഷനും സെയിം ഡയറക്ഷനിലായിരിക്കും. ദെൻ രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം. ആൻഡ് ഫോർ എ ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം the helicity is -1 and for a right handed system the helicity is +1. സോ ഈ രണ്ട് ആരോ മാർക്ക് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് മറന്നുപോയത്. അത് നമ്മൾ എന്താണ് റെഡ് കളർ ആരോ നമ്മൾ സ്പിൻ, ആ പാർട്ടിക്കിളിന്റെ ഇൻട്രിൻസിക് സ്പിൻ ആയിട്ടുള്ള സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഗ്രീൻ തിൻ ആയിട്ടുള്ള ലൈന് ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ. If the direction of the spin and motion are in the same direction, അല്ലെ, എന്താണ് സ്പിന്നിന്റെയും മോഷന്റെയും ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ then the particle is in the right handed system. And if the direction of spin and motion are in the opposite direction ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? It represents a left handed system. അതെന്തായിരിക്കും? ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നെയാണ് എന്താണ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലാണെങ്കിൽ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് എ റൊട്ടേഷൻ. അതിന്റെ ഇൻട്രിൻസിക് സ്പിന്ന് കാരണം അതിന്റെ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എപ്പോ? വെൻ ദ സിസ്റ്റം ഈസ് ഇൻ എ ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം. ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്താണ്? the rotation that experiences by the particle due to its spin is in the anti-clockwise direction, and while for a right-handed system it is in the clockwise direction. കാരണം എന്താ? അവിടെ സ്പിന്നും ഡയറക്ഷൻ ഓഫ് മോഷനും സെയിം ഡയറക്ഷൻ ആണ്. അവിടെ അങ്ങനെയുള്ള പാർട്ടിക്കിളിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ബേസിക് ആയിട്ട് ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം എങ്ങനെയാണ്, അല്ലെ? ആക്ച്വലി ഒന്നിന്റെ എന്താണ് മിറർ ഇമേജ് ആണ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then there are particles in the universe which are left handed as well as right handed. ഓക്കെ, അപ്പൊ നമ്മളെ എന്താണ് ഇങ്ങനെ യൂണിവേഴ്സിലെ ഏതൊരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും അത് ലെഫ്റ്റ് ഹാൻഡഡും ആവാം റൈറ്റ് ഹാൻഡഡും ആവാം. എങ്ങനെയാണെന്ന് നമുക്ക് പറയാം, അല്ലെ? ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മോഷനും ആ പാർട്ടിക്കിളിന്റെ സ്പിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ അതേ പാർട്ടിക്കിൾ തന്നെ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ എപ്പോഴാവുക?
ആ പാർട്ടിക്കിളിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും ആ പാർട്ടിക്കിളിന്റെ മോഷന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ then that particle is in the right handed system. ഇങ്ങനെ ഏതൊരു we have so many particles, right? ലെപ്റ്റോൺസ്, ഇങ്ങനെ എന്താണ് ഒരുപാട് ഫണ്ടമെന്റൽ എൻറ്റിറ്റീസും പാർട്ടിക്കിൾസും, ലെപ്റ്റോൺസ്, ബെരിയോൺസ്, ഹൈപ്രോൺസ്, ഇങ്ങനെ ഒരുപാട് ഹാഡ്രോൺസ് അല്ലെ, ഒരുപാട് പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കിൾസിനും ദേ വിൽ ബി അവർ ലെഫ്റ്റ് ഹാൻഡഡും ആവാം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡും ആവാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇലക്ട്രോണിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റൈറ്റ് ഹാൻഡഡ് ആസ് വെൽ ആസ് ലെഫ്റ്റ് ഹാൻഡഡും ആവും. എങ്ങനെയാണ് ഇലക്ട്രോൺ റൈറ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ? ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും ഇലക്ട്രോണിന്റെ മോഷനും എന്താണ് സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ഇൻ ദ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. ഇനി എന്താണ് അതൊരു ലെഫ്റ്റ് ഹാൻഡഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് സ്പിന്ന് എന്താണ് സെയിം ഡയറക്ഷനിൽ തന്നെ നോക്കുന്നു. ദെൻ അതിന്റെ മോഷൻ എന്താവുന്നു? മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം നെക്സ്റ്റ് ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ഇതിന്റെ നമ്മുടെ ഈ ഫസ്റ്റ് ഇമേജിന്റെ മിറർ ഇമേജ് അല്ലെ, ഇതിന്റെ ഒരു മിറർ അല്ലേ ആക്ച്വലി രണ്ടാമത് വരച്ചത് എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ്, രണ്ടും ഓപ്പോസിറ്റ് ആവുന്നത്. സോ എന്താണ് ഇങ്ങനെ നമുക്ക് ഇലക്ട്രോൺ റൈറ്റ് ഹാൻഡ് സിസ്റ്റത്തിലാവുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏതൊരു പാർട്ടിക്കിളിനും ലെഫ്റ്റ് ഹാൻഡഡ് ആവും, ലെഫ്റ്റ് ഹാൻഡഡിൽ ഒരു പാർട്ടിക്കിൾ ആവും അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡിലാവും. പിന്നെ ഫോട്ടോൺസിന്റെ കേസ് വരികയാണെങ്കിലോ ലെഫ്റ്റ് ഒന്നെങ്കിൽ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോൺസ് ഉണ്ട്, റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോൺസ് ഉണ്ട്. ഓക്കെ, ബട്ട് എല്ലാ പാർട്ടിക്കിൾസും നമ്മളിപ്പോ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ നമ്മൾ ന്യൂട്രിനോസിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ, ന്യൂട്രിനോസ്. യെസ്, അപ്പോ നമ്മളുടെ ന്യൂട്രിനോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോസ് ആർ വെരി സ്പെഷ്യൽ എക്സെപ്ഷണൽ കേസ് ഫോർ. ഓക്കെ, നമ്മൾ പറഞ്ഞു എല്ലാ പാർട്ടിക്കിൾസിനെയും നമുക്ക് റൈറ്റ് ഹാൻഡഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് ദേ ആർ പോസിബിൾ ഫോർ ദാറ്റ് അല്ലെ. അങ്ങനെ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോണും അതുപോലെ ഒരു റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോണും, ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോണും ഉണ്ട്, റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോണും. പക്ഷേ ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് അവർ ഡിഫറെന്റ് ആയി നിൽക്കുന്നത് നോക്കിയേ. ഓൾ ന്യൂട്രിനോസ് ആർ ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് ഓൾ ആന്റി ന്യൂട്രിനോസ് ആർ റൈറ്റ് ഹാൻഡഡ്. അതായത് എല്ലാ ന്യൂട്രിനോസും എങ്ങനെയായിരിക്കും? ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ദിസ് ഇസ് ദ ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോ ആൻഡ് ഇലക്ട്രോൺ ആന്റി ന്യൂട്രിനോ. ആന്റി ആകുമ്പോൾ നമ്മൾ മുകളിൽ എന്താ ഒരു ബാർ വരും. അപ്പൊ എല്ലാ ന്യൂട്രിനോസും എങ്ങനെയാന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. ആൻഡ് ഓൾ ആന്റി ന്യൂട്രിനോസ് ആർ റൈറ്റ് ഹാൻഡഡ്, വിച്ച് മീൻസ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിനോ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ന്യൂട്രിനോസും എങ്ങനെയാണ്? ദേ ആർ ലെഫ്റ്റ് ഹാൻഡഡ് ഓൺലി. അതുപോലെ തന്നെ എല്ലാ ആന്റി ന്യൂട്രിനോസും എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡഡ് ആണ്. വിച്ച് മീൻസ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ആന്റി ന്യൂട്രിനോയെ നമുക്ക് യൂണിവേഴ്സിൽ കാണാൻ പറ്റില്ല. ടിൽ നൗ ദർ ഇസ് നോ. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡഡും റൈറ്റ് ഹാൻഡഡും. സോ നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ ന്യൂട്രിനോസും, സോ ഇതാണ് നമ്മളുടെ ന്യൂട്രിനോ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ന്യൂട്രിനോസും. എല്ലാ ന്യൂട്രിനോസും എന്താന്ന് പറഞ്ഞത്? ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അതായത് അതിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനും എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരു ന്യൂട്രിനോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ യൂണിവേഴ്സിൽ കാണാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ന്യൂട്രിനോസ് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഒരു റൈറ്റ് ഹാൻഡഡ്, ഇപ്പൊ നോക്കിയാൽ ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ വരക്കാണെങ്കിൽ എങ്ങനെയാണ്? സ്പിൻ ഇൻവേരിയന്റ് അല്ലേ, സോറി, സ്പിന്ന് പാരിറ്റി ട്രാൻസ്, ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മൾ ന്യൂട്രിനോ കേസ് മാത്രം നോക്കുക. ഇതാണ് നമ്മളുടെ ന്യൂട്രിനോ അല്ലെ. ന്യൂട്രിനോ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. ദാറ്റ് മീൻസ് സ്പിന്നിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ന്യൂട്രിനോയുടെ മോഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മിറർ ഇമേജ് ആക്ച്വലി ഈ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ന്യൂട്രിനോന്റെ മിറർ ഇമേജ് നമ്മൾ വരക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സ്പിന്നിന്റെ ഡയറക്ഷൻ. സോ ദിസ് ഇസ് ദ ന്യൂട്രിനോ. സ്പിന്നിന്റെ ഡയറക്ഷൻ മാറോ? ഇല്ല. നമ്മൾ പറഞ്ഞു അണ്ടർ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ സ്പിന്നിന്റെ എന്താണ്? ആംഗുലർ മൊമെന്റം റിമൈൻസ് ഇൻവേരിയന്റ്. പക്ഷെ ഇത് ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്, അല്ലെങ്കിൽ ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആണ്. അതെന്ത് ചെയ്യും? അത് ചേഞ്ച് ചെയ്യും. അത് ഇങ്ങനെയുള്ളത് എന്താണ്? ഇങ്ങോട്ട് നിൽക്കുന്നത് അതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ എങ്ങോട്ടായി മാറും? നേരെ ഇങ്ങോട്ടായി മാറും അല്ലെ.
അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അതായത് എന്താണ് ലെഫ്റ്റ് ഹാൻഡഡിൽ അത് എന്തായിരുന്നു, അങ്ങോട്ടായിരുന്നു, അത് നേരെ തിരിഞ്ഞു അല്ലെ? ഇതാണ്, അതായത് ഇങ്ങനെയുള്ള ഒരു ന്യൂട്രിനോയെ നമുക്ക് വേൾഡിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഇങ്ങനെ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെ, ദാറ്റ് മീൻസ് എല്ലാ ന്യൂട്രിനോസും എങ്ങനെയായിരിക്കും? ഓൾവേസ് എങ്ങനെയായിരിക്കും? ദേ ആർ ലെഫ്റ്റ് ഹാൻഡഡ്, വിച്ച് മീൻസ് the direction of motion of the neutrino are in opposite with the direction of its spin. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് എല്ലാ ആന്റി ന്യൂട്രിനോസും എങ്ങനെയായിരിക്കും? ദേ ആർ റൈറ്റ് ഹാൻഡഡ്. എല്ലാ ആന്റി ന്യൂട്രിനോസും എങ്ങനെയായിരിക്കും? റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. ഓക്കെ, എല്ലാ ആന്റി ന്യൂട്രിനോസും റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? അതായത് അതിന്റെ സ്പിന്നിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും അതിന്റെ മോഷൻ എന്ന് പറയുന്നത്. അതല്ലേ റൈറ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആന്റി ന്യൂട്രിനോയെ മാത്രമേ ഈ വേൾഡിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിന്റെ ഇപ്പൊ നമ്മളുടെ ഈ ആന്റി ന്യൂട്രിനോ റൈറ്റ് ഹാൻഡഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആന്റി ന്യൂട്രിനോ റൈറ്റ് ഹാൻഡഡ് ആണ്. ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ വരക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, പാർട്ടിക്കിൾ നമ്മൾ അതുപോലെ തന്നെ സ്പിന്നിന്റെ ഡയറക്ഷൻ മാറുമോ? ഇല്ല. സ്പിൻ വിൽ ബിക്കം ഇൻവേരിയന്റ് അണ്ടർ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഇതിന്റെ മിറർ ഇമേജ് വരക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ അണ്ടർഗോ എ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, റൈറ്റ്? ബട്ട് എന്താണ് ഇത്? നമ്മളുടെ ഡിസ്റ്റൻസ് ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൊമെന്റം ഇതെന്ന് പറയുന്നത് എന്താകും? പാരിറ്റി ട്രാൻസ്ഫോർമേഷനിൽ നേരെ ഓപ്പോസിറ്റ് ആവും. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഇതൊരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം അല്ലേ? ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലെ പാർട്ടിക്കിൾ അല്ലേ? കാരണം എന്താ? സ്പിന്നിന്റെയും മോഷന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ആന്റി ന്യൂട്രിനോയെ we can't see in this world because all anti-neutrinos that exist in this universe are always right-handed anti-neutrinos. Okay, right-handed ആയിട്ടുള്ള ആന്റി ന്യൂട്രിനോസിനെ മാത്രമേ നമുക്ക് വേൾഡിൽ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്താണ് ലെഫ്റ്റ് ഹാൻഡഡ്, എങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ലെഫ്റ്റ് ഹാൻഡഡ്, അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് റൈറ്റ് ഹാൻഡഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻ ടേംസ് ഓഫ് ദ ഡയറക്ഷൻ, ഇൻ ടേംസ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ് സ്പിൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് മൊമെന്റം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെ? ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ, സ്പിന്നിന്റെ ഡയറക്ഷൻ വെച്ച് പറഞ്ഞു. ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡഡ്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ്. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസിനും, ഇപ്പൊ ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഫോട്ടോൺ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അതിനൊക്കെ എന്താണ്? ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടും റൈറ്റ് ഹാൻഡഡ് ആയിട്ടും ഹാപ്പൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോസ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ന്യൂട്രിനോസ് ഓൾവേസ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും, ആന്റി ന്യൂട്രിനോസ് ഓൾവേസ് റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. Okay, that means there will never be a right-handed neutrino. Right-handed ആയിട്ടുള്ള ഒരു ന്യൂട്രിനോ എന്തില്ല? ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ലൈക്ക് ദാറ്റ് there will be never a left-handed anti-neutrino. ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആന്റി ന്യൂട്രിനോയും ഇല്ല. ന്യൂട്രിനോസ് ഓൺലി ഇനി നമ്മളിപ്പോ ഇവിടെ ന്യൂട്രിനോസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? പാരിറ്റി വയലേഷൻ ഇൻ ബീറ്റ ഡികെ ആണ് അല്ലെ? ബീറ്റ ഡികെ എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. നമുക്കറിയാം ബീറ്റ ഡികെ എന്ന് പറയുന്നത് ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. ഈ ബീറ്റ ഡികെ നമ്മൾ ബീറ്റ ഡികെ ഓൾറെഡി പഠിച്ചാണ്. ബീറ്റ ഡികെയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ന്യൂട്രോണ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് ബീറ്റ ഡികെ എന്ന് പറയുന്നത് അല്ലെ? സോ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ് ആണ്. ഇതിൽ ആരുണ്ട്? നമ്മളുടെ ആന്റി ന്യൂട്രിനോ ഉണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഇതാണ് നെഗറ്റീവ് ബീറ്റ ഡികെ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ എങ്ങനെയാണ് പാരിറ്റി വയലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ടോപ്പിക് അല്ലെ? അപ്പൊ ഇതിലുള്ള ആളുകളിൽ ഒരാളാണ് നമ്മളുടെ ആന്റി ന്യൂട്രിനോ. അപ്പൊ ആ ആന്റി ന്യൂട്രിനോയുടെ ഒരു സ്വഭാവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്ത്? ആ ആന്റി ന്യൂട്രിനോക്ക് റൈറ്റ് ഹാൻഡഡ് ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? അപ്പോ ഈ എന്താണ് ന്യൂട്രിനോസ് അല്ലെങ്കിൽ ആന്റി ന്യൂട്രിനോസ് അവർ വീക്ക് ഇന്ററാക്ഷൻസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇന്ററാക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, അവര് എന്താണ് സ്ട്രോങ് ഇന്ററാക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻസിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? ന്യൂട്രിനോസ് ഇന്ററാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിലൊന്നും അവര് എന്ത് ചെയ്യുന്നില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദേ ഓൺലി ഇന്ററാക്ട് ഇൻ വീക്ക് ഇന്ററാക്ഷൻ വിച്ച് റിസൾട്ട് എ വയലേഷൻ ഇൻ പാരിറ്റി ഇൻ വീക്ക് ഇന്ററാക്ഷൻ. അതുകൊണ്ടാണ് വീക്ക് ഇന്ററാക്ഷൻസിൽ എന്ത് ചെയ്യുന്നത്? പാരിറ്റി വയലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ വീക്ക് ഇന്ററാക്ഷൻസ്, ബീറ്റ ഡികെ എന്ന് പറയുന്നത് ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. ആ വീക്ക് ഇന്ററാക്ഷൻ ആയ ബീറ്റ ഡികെയിൽ പാരിറ്റി വയലേറ്റ് ചെയ്യാനുള്ള കാരണം അപ്പൊ ആരാണ്? അതിലുള്ള ഈ ന്യൂട്രിനോ അല്ലെങ്കിൽ ആന്റി ന്യൂട്രിനോയാണ്.
ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അതിനാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞത്? പാരിറ്റി എന്താണ്, എന്താണ് ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം, എന്താണ് ലെഫ്റ്റ് ഹാൻഡഡ്, അല്ലെ? ദെൻ എന്താണ് ന്യൂട്രിനോസ് എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. ആന്റി ന്യൂട്രിനോസ് എന്ന് പറയുന്നത് ഓൾവേസ് റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. ഈ ആന്റി ന്യൂട്രിനോ ഏതിലുണ്ട്? നമ്മളുടെ ആന്റി ന്യൂട്രിനോസ് വീക്ക് ഇന്ററാക്ഷൻസിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ, അല്ലെ? ദേ ഡിഡ്ന്റ് ഇന്ററാക്ട് വിത്ത് സ്ട്രോങ് ഇന്ററാക്ഷൻ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ. സോ നമ്മളുടെ ബീറ്റ ഡികെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ന്യൂട്രോൺ എന്തായിട്ട് മാറാണ്? പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ, അല്ലെ? അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു ഡികെ പ്രോസസ്സിൽ എന്തുകൊണ്ടാണ് പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മൾ നമ്മൾ പറഞ്ഞു എന്താണ് ലെഫ്റ്റ് ഹാൻഡഡും റൈറ്റ് ഹാൻഡഡും എന്താണ് എന്നുള്ളത്. ആക്ച്വലി ഇപ്പൊ നമുക്ക് മിറർ ഇമേജ് ആണ്, പോസിറ്റീവ് ഇസഡ് ആക്സിസ് ആണ് ഇത്, അല്ലെ? പോസിറ്റീവ് ഇസഡ് ആക്സിസ്, ദെൻ ദിസ് ഇസ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ആക്ച്വലി നമുക്കിപ്പോ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മിററിന്റെ മുന്നിൽ വെച്ച് കൊണ്ടുവരാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ എന്താണ്, ജസ്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഈസിയർ വിഷ്വലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ മിറർ ഇമേജ്, അല്ലെ? ആ ഒരു മിറർ ഇമേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്, പാരിറ്റി എന്നുള്ളതിന്. ഓക്കെ, ഒരു ബെറ്റർ വിഷ്വലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നോക്കിയാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ എന്താണ്, ഓക്കെ, ഇതാണ് ആ പാർട്ടിക്കിളിന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ, ഇതാണ് ആ പാർട്ടിക്കിളിന്റെ മൊമെന്റം അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പൊ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം, ദാറ്റ് ഈസ് പോസിറ്റീവ് ഇസഡ് ആക്സിസ്. ഓക്കെ, ഇനി ഇതേ റൈറ്റ് ഹാൻഡഡിന്റെ മിറർ ഇമേജ് നമ്മൾ വരക്കുകയാണെങ്കിൽ, അതായത് ഇതപ്പോ എന്തായി മാറും? നെഗറ്റീവ് ഇസഡ് ആക്സും പോസിറ്റീവ് ഇസഡ് ആക്സിസ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആയിട്ട് മാറും. ഇവിടെ നോക്കിക്കേ, സ്പിന്നിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. ബിക്കോസ് എന്താണ്, സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേരിയന്റ് അണ്ടർ പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ സ്പിന്നിന്റെ ഡയറക്ഷൻ അതുപോലെ തന്നെ നിൽക്കുന്നു. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് മൊമെന്റം? ലീനിയർ മൊമെന്റം പി എന്ന് പറയുന്നത് പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മൈനസ് പി. ദാറ്റ് ഈസ് ഈ ലൈൻ എന്തായി മാറും? നേരെ ഓപ്പോസിറ്റ് ആവും. സോ ഈ റൈറ്റ് ഹാൻഡഡിന്റെ മിറർ ഇമേജ് ആണ് എന്തെന്ന് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡഡ്. ഓക്കെ, ദർ ഈസ് നോ അതർ ചേഞ്ച്, അല്ലെ? ഇനി ഇതേപോലെ നോക്കിയേ, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ദിസ് ഇസ് ദ രണ്ടും ഈ ഡയറക്ഷനിലാണ്. സ്പിന്നിന്റെ ഡയറക്ഷൻ കണ്ടോ? സ്പിന്നിന്റെ ഡയറക്ഷൻ രണ്ടും എന്ത് ചെയ്യുന്നു? മാറുന്നില്ല. പക്ഷെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ സ്പിന്നിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ ഇതാണ് നമ്മളുടെ ന്യൂട്രിനോ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വരച്ചതായിരുന്നു ആന്റി ന്യൂട്രിനോ. ഓക്കെ, ആദ്യം വരച്ചത് ആന്റി ന്യൂട്രിനോ ആയിരുന്നു, റൈറ്റ് ഹാൻഡഡ്. അതിന്റെ മിറർ ഇമേജ് ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു ആന്റി ന്യൂട്രിനോയെ നമുക്ക് കാണാൻ പറ്റില്ല. ദർ വിൽ ബി നോ സച്ച് ആന്റി ന്യൂട്രിനോ. ഇനി ഇതേപോലെ ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡഡ്. ഇങ്ങനെയുള്ള ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു എന്താണ് ന്യൂട്രിനോയെ മാത്രമേ എന്താണ് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സ്പിന്നിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്തായി? ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് സ്പിന്നും ഡയറക്ഷൻ ഓഫ് മോഷനും ഇവിടെ എന്തായി? ഒരേ ഡയറക്ഷനിലായി. ഇങ്ങനെയുള്ള ഒരു ന്യൂട്രിനോ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡഡിന്റെ എന്താണ് ജസ്റ്റ് പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിനോ ആണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ന്യൂട്രിനോ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നോക്കിയേ, അപ്പോ ന്യൂട്രിനോയുടെ കേസിൽ ഇവിടെ എന്താണ്? പാരിറ്റി കൺസേർവ്ഡ് ആണോ? അല്ല. പാരിറ്റി ഇവിടെ എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം എന്താണ്? ഒരു റൈറ്റ് ഹാൻഡഡ് ന്യൂട്രിനോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല, അല്ലെ? അതായത് അങ്ങനെ ഒരു ന്യൂട്രിനോ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ഹാൻഡഡിനെയും ലെഫ്റ്റ് ഹാൻഡഡിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ന്യൂട്രിനോസ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? ദേ വിൽ ലെഫ്റ്റ് ഹാൻഡഡ്, അല്ലെ? ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ന്യൂട്രിനോസേ ഉള്ളൂ. അപ്പൊ ആ ഒരു വെച്ച് നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡും റൈറ്റ് ഹാൻഡഡും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ആന്റി ന്യൂട്രിനോസിന്റെ കേസ് എടുത്താലും അങ്ങനെ തന്നെ. ആന്റി ന്യൂട്രിനോസ് എന്ത് തന്നെ ആയിരിക്കും? അവരെപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അല്ലാതെ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ആന്റി ന്യൂട്രിനോ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ ലെഫ്റ്റും റൈറ്റും എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
ദാറ്റ് മീൻസ് രണ്ടും സെയിം അല്ല, ജസ്റ്റ് ഒരു മിറർ ഇമേജ് അല്ല. കാരണം ഒന്നിൽ ആന്റി ന്യൂട്രിനോസ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഹാൻഡഡിലെ എക്സിസ്റ്റ് ഉള്ളൂ, മറ്റേതിൽ എക്സിസ്റ്റ് ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞ് ദേ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് പ്രോപ്പർട്ടീസ് അല്ലെ, അവരെ വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് പാരിറ്റി ഇസ് നോട്ട് കൺസേർവ്ഡ് അല്ലെ, പാരിറ്റി ഇസ് നോട്ട് കൺസേർവ്ഡ് ഇൻ ദിസ് കേസ്. So in the real world, the neutrinos are left-handed ആയിരിക്കും always, but under parity transformation, it become right-handed അല്ലെ. Like that, in the real world, anti-neutrinos എന്ന് പറയുന്നത് എന്താണ്, actually they are right-handed, but in parity or the mirror universe, anti-neutrinos will become left-handed. അങ്ങനെ ഒരു left-handed ആയിട്ടുള്ള ഒരു anti-neutrino എന്ന് പറയുന്ന ഒരു എന്താണ് കൺസെപ്റ്റ് ഇല്ല. That means അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. Okay. സോ ആക്ച്വലി ഇത് എന്താണ്, ന്യൂട്രിനോസിന്റെ മാത്രം ഒരു ഇതാണ്. അപ്പൊ ഈ ഒരു ഇതുകൊണ്ട്, അതായത് എന്താണ്, ഇങ്ങനെ ഈ ന്യൂട്രിനോവിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടാണ് ആക്ച്വലി ബീറ്റ ഡിക്കെയിൽ എന്ത് വയലേറ്റ് ചെയ്യുന്നത്, പാരിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യുന്നത്. വി നോ ദാറ്റ് ബീറ്റ ഡിക്കെ എന്ന് പറയുന്നത് എന്താണ്, എ ന്യൂട്രോൺ വിൽ ബിക്കം പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ. സോ ഈ ഒരു വീക്ക് ഇന്ററാക്ഷനിൽ പാരിറ്റി വയലേറ്റ് ചെയ്യാൻ കാരണം ആ ഒരു പ്രോസസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വു എക്സ്പെരിമെന്റിലൂടെയാണ്. വു എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്താണ്, കൊബാൾട്ട് 60 വെച്ച് ഒരു എക്സ്പെരിമെന്റ്, ഒരു ബീറ്റ ഡി കൊബാൾട്ട് 60യെ ഒരു ബീറ്റ ഡിക്ക് വിധേയമാക്കുകയും ആ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ആക്ച്വലി എന്ത് കണ്ടെത്തുന്നത്, ബീറ്റ ഡിക്കിൽ പാരിറ്റി കൺസേർവ്ഡ് അല്ല, അല്ലെങ്കിൽ പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് ഇനി ആ എക്സ്പെരിമെന്റ് എന്താണ് വു എക്സ്പെരിമെന്റ്, എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്തത് എന്നുള്ളത് നോക്കാം. സോ വു എക്സ്പെരിമെന്റില് സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു, കൊബാൾട്ട് 60 എടുത്തു. ഈ കൊബാൾട്ട് 60യെ എന്താണ്, അതൊരു ബീറ്റ ഡിക്ക് വിധേയമായി. ബീറ്റ ഡിക്ക് നമുക്കറിയാം എന്താണ്, ഇഫ് എ ന്യൂക്ലിയൈ വിത്ത് Z ആറ്റോമിക് നമ്പർ Z ആൻഡ് മാസ് നമ്പർ A, അത് ഒരു ബീറ്റ ഡിക്ക് വിധേയമായി കഴിഞ്ഞാൽ, നെഗറ്റീവ് ബീറ്റ ഡിക്ക് ആവുമ്പോൾ ആരാണ് എന്താണ് എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ആണ് അല്ലെ. നെഗറ്റീവ് ബീറ്റ ഡിക്ക് ആണെങ്കിൽ ഇലക്ട്രോൺ ഈസ് ദ എമിറ്റഡ് പാർട്ടിക്കിൾ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡിക്കെ ബീറ്റ ഡിക്കെ ദെൻ പോസിട്രോൺ ആയിരിക്കും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ബീറ്റ ഡിക്കെ ആണ്, ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഡോട്ടർ ന്യൂക്ലിയർ എന്ന് പറയുന്നത് എന്താകും, വിത്ത് അതിന്റെ Z+1 ആൻഡ് ഒരു അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, ഒന്ന് കൂടും അല്ലെ, കാരണം പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ. ഓക്കെ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബീറ്റ ഡിക്കെ എന്നുള്ളതൊക്കെ. സോ എന്താണ് ഇത് എന്ത് ചെയ്യുന്നു, ഡോട്ടർ ന്യൂക്ലിയർ അറ്റോമിക് നമ്പർ ഒന്ന് കൂടുന്നു, പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ. അപ്പൊ നോക്കിയേ, കൊബാൾട്ട് 62760 എന്നുള്ളത് എന്തായി മാറുന്നു, നിക്കൽ 28. കണ്ടോ, എന്താണ് അറ്റോമിക് നമ്പർ ഒന്ന് കൂടി, റേഡിയോ ആക്റ്റീവ് ആണ് സ്റ്റാർ, പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ. ഇതാണ് ഈ ഒരു റിയാക്ഷൻ ആണ് ആര് നടത്തിയത്, വു നടത്തിയത്. ദാറ്റ് ഈസ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു, പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലൂടെ എന്താണ് പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ കോർക്കിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു നമ്മളല്ലേ, ഹാഡ്രോൺസുകൾ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കോക്സ് ആർ ദ ഫണ്ടമെന്റൽ എൻറ്റിറ്റീസ് ഓഫ് വിച്ച് ഹാഡ്രോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. സോ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ഹാഡ്രോൺ ആണ്, അതിന്റെ കോക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, UDD, 1 അപ്പ് കോർക്ക് ആൻഡ് 2 ഡൗൺ കോർക്ക്. ദെൻ പ്രോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ UUD. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ന്യൂട്രോൺ എന്തായിട്ട് മാറാണ്, ബീറ്റ ഡിക്കെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രോണ് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറാണ്. ഇലക്ട്രോൺ ഓൾറെഡി ഒരു എലിമെന്ററി പാർട്ടിക്കിൾ ആണ്. സോ എന്താണ്, അത് കോക്സ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ, അതൊരു ലെപ്റ്റോൺ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മളുടെ UDD, അതായത് ഒരു ഡൗൺ കോർക്ക് എന്തായി മാറി, ഒരു അപ്പായി മാറി. അതല്ലേ ഇവിടെ സംഭവിച്ചത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു അപ്പും 2 ഡൗണും ആയിരുന്നു. അങ്ങനെയുള്ള ന്യൂട്രോണ് എന്തായി മാറി, പ്രോട്ടോൺ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡൗൺ കോർക്ക് എന്താവണം, അപ്പ് കോർക്ക് ആവണം അല്ലെ. സോ നമുക്കറിയാം, നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വീക്ക് ഇന്ററാക്ഷൻ എടുത്ത സമയത്ത് വീക്ക് ഇന്ററാക്ഷനിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ചേഞ്ച് ഓഫ് കോർക്ക് അല്ലെ, ദ ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോർക്കുകളുടെ ചേഞ്ച്. അതായത് ഒരു അപ്പ് കോർക്കിന് ഡൗൺ കോർക്ക് ആവാൻ സ്ട്രോങ് ഇന്ററാക്ഷൻ കൊണ്ടുപറ്റുമോ, ഇല്ല. ഇലക്ട്രോമാഗ്നറ്റിക്കിനെ കൊണ്ടുപറ്റുമോ, ഇല്ല. ഒരു അപ്പ് കോർക്കിന് ഡൗൺ കോർക്ക് ആവണം, അല്ലെങ്കിൽ ഒരു ഡൗൺ കോർക്കിന് അപ്പ് കോർക്ക് ആവണം. ഇങ്ങനെ ചേഞ്ച് ഓഫ് കോർക്ക്
അല്ലെ ചേഞ്ച് ഓഫ് കോർക്ക് ഏത് ഇന്ററാക്ഷൻസിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ? ഇറ്റ് ഓൺലി പോസിബിൾ ഇൻ വീക്ക് ഇന്ററാക്ഷൻസ്. അത് വീക്ക് ഇന്ററാക്ഷനിൽ മാത്രം പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു കാരണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് പറയാം? ബീറ്റ ഡികെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വീക്ക് ഇന്ററാക്ഷൻ. ബീറ്റ ഡികെ എന്ന് പറയുന്നത് ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൽ പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സെറ്റപ്പ് ആണ്. നമ്മൾ പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നമ്മൾ എന്ത് കൊടുത്തു? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ഓക്കെ, മൂവ് ചെയ്തത് എന്താണ്? പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അവിടെ നമ്മൾ ഈ കൊബാൾട്ട് കണ്ടോ, കൊബാൾട്ട് പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ആറ്റത്തെ പ്ലേസ് ചെയ്തു. അപ്പോ ഇവിടെ ഈ കൊബാൾട്ട് എന്ന് പറയുന്നത് റസ്റ്റിലാണ്. ഓക്കെ, റസ്റ്റിലാണ്. ആൻഡ് ദേ ഹാവ് ആൻ ഇൻട്രൻസിക് സ്പിൻ. അവരുടെ ആ സ്പിന്നിന്റെ ഡയറക്ഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ആരോമാർക്ക് എന്ന് പറയുന്നത് ആ റസ്റ്റിലുള്ള കൊബാൾട്ട് ആറ്റത്തിന്റെ എന്താണ്? ഇൻട്രൻസിക് സ്പിന്നിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവ് ഇസഡ് ആക്സിസിലോട്ടാണ്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ, ഏത് ഫീൽഡിലാണോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതേ ഡയറക്ഷനിലാണ് ഈ കൊബാൾട്ടിന്റെ എന്താണ്? സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അതായത് ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. So we placed the cobalt-60 in a strong magnetic field. Now we align all the cobalt-60 in a particular direction so that all cobalt-16 have spin in that particular direction. അതായത് ഇവിടെ നമ്മൾ കൊബാൾട്ടിനൊക്കെ എങ്ങനെയാ പ്ലേസ് ചെയ്തിട്ടുള്ളത്? അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇസഡ് ആക്സിസിലായിരിക്കണം കൊബാൾട്ടിന്റെ എന്ത് എന്ന് പറയുന്നത്? സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നോക്കിയേ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പിക്ചറിലോട്ട് വരുമ്പോൾ സിമ്പിൾ ആണ്. എന്താണ് ശ്രദ്ധിക്കണേ, ഈ പിക്ചറിലോട്ട് വരുമ്പോൾ എന്താണ്? ഓക്കെ, ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, പോസിറ്റീവ് ഇസഡ് ആക്സിസ് അല്ലെ? പോസിറ്റീവ് ഇസഡ് ആക്സിസ്. സോ ഇതാണ് നമ്മളുടെ കൊബാൾട്ട് 60 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അവർ കൊബാൾട്ട്. ഓക്കെ, ദിസ് ഇസ് അവർ കൊബാൾട്ട് 60. നമ്മളെ കൊബാൾട്ട് 60 എന്ന് പറയുന്നതിന്റെ സ്പിൻ അപ്പൊ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? ഇവിടെ നമുക്ക് കാണാം പോസിറ്റീവ് ഇസഡ് ആക്സിസ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് അല്ലെ? ഇനി ഇത് ബീറ്റ ഡികെക്ക് വിധേയമായ അവിടെ ഡോട്ടർ ന്യൂക്ലിയേറ്റ് ആരുണ്ടാവുന്നുണ്ട്? നിക്കൽ ഉണ്ടാവുന്നുണ്ട്. ഡോട്ടർ ന്യൂക്ലിയേറ്റ് നിക്കൽ എന്നുണ്ടാവുന്നുണ്ട്. ആ നിക്കലിന്റെ എന്തുണ്ട്? സ്പിന്നും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഇനി പ്ലസ് ഇലക്ട്രോണ് പ്ലസ് ആന്റി ന്യൂട്രിനോ അല്ലെ? ഇത് രണ്ടുമാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ കൊബാൾട്ടിന്റെ സ്പിൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ദെൻ നിക്കലിന്റെ സ്പിൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ കൺസേർവ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ, ഇതിന്റെ സ്പിന്ന് കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിന്റെ സ്പിന്ന് ഹാഫും അതുപോലെ തന്നെ നമ്മളുടെ ആന്റി ന്യൂട്രിനോടെ സ്പിന്നും എന്തായിരിക്കണം? ഹാഫ് ആയിരിക്കണം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? 4 പ്ലസ് 1/2 പ്ലസ് 1/2 5. അത് കൺസേർവ്ഡ് ആവും, സ്പിന്ന് കൺസേർവ്ഡ് ആവും അല്ലെ? അപ്പൊ ഇങ്ങനെ എന്താണ്? ബൈ എനർജി കൺസർവേഷൻ എന്താണ്? ഇങ്ങനെയാ ഏതൊരു കൺസർവേഷൻ ലോ നോക്കുകയാണെങ്കിലും ഈ ഒരു റിയാക്ഷൻ നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അതായത് ഏതൊരു ലോയും അവിടെ എന്ത് ചെയ്യുന്നില്ല? വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ എനർജിയുടെ എമൗണ്ടിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒക്കെ എന്താണ്? ഈ ഒരു റിയാക്ഷൻ നടക്കാൻ പോസിബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമുക്ക് 2 പോസിബിൾ ആയിട്ടുള്ള കണ്ടോ, ഇവിടെ 2 പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് കൊബാൾട്ട് ബീറ്റ ഡികെക്ക് അണ്ടർഗോ ചെയ്ത സമയത്ത് നിക്കൽ ഉണ്ടാവുന്നുണ്ട്. പ്ലസ് ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണും ആന്റി ന്യൂട്രോണും അല്ലെ? അപ്പൊ ഈ ഒരു കേസ് നോക്കിയാൽ ഒരു ഇലക്ട്രോണും ഉണ്ടാവും, ആന്റി ന്യൂട്രോണും ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയാണ്? പോസിറ്റീവ് ഇസഡ് ആക്സിസിലോട്ട് തന്നെയാണ്. കാരണം എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് സ്പിൻ ആംഗുലാർ മൊമെന്റും കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഡയറക്ഷൻ എന്താണ്? എല്ലാത്തിന്റെയും എങ്ങോട്ടാണ്? പോസിറ്റീവ് ഇസഡ് ആക്സിസിലോട്ടാണ്. സ്പിന്നിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് നോക്കിക്കേ. കൊബാൾട്ടിന്റെ എന്താണ്? സ്പിന്നിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലെ? അതായത് ഇതൊരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിന്റെ സ്പിന്നും ഇലക്ട്രോണിന്റെ മോഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ അല്ലെ? ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ പ്ലസ് പിന്നെ ആരുണ്ടാവാം? ഒരു ആന്റി ന്യൂട്രിനോയും ഉണ്ടാകാം. ഉണ്ടായ ആന്റി ന്യൂട്രിനോ എങ്ങനെയാണ്? നമുക്ക് ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആവണം അല്ലെ? ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്താണ്?
ആന്റി ന്യൂട്രൺ എങ്ങനെയായിരിക്കണം, ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കണം. സോ ഫോർ ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇത് ഇങ്ങോട്ടാണെങ്കിൽ അടുത്ത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എങ്ങോട്ടാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ആന്റി ന്യൂട്രൺ എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇങ്ങോട്ടും, അതേ എന്താണ് സ്പിൻ പിന്നെ ഓൾറെഡി ഈ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് നോക്കിയേ ഇവിടെ എന്താണ് നമ്മളുടെ സ്പിന്ന്, അതായത് ആന്റി ന്യൂട്രനോടെ സ്പിന്നും ആന്റി ന്യൂട്രനോടെ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോ അല്ലെ. അപ്പോ എന്താണ് ഒരു പോസിബിലിറ്റി ഇങ്ങനെയാണ്, അതായത് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോണും അതുപോലെ ഒരു റൈറ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോയും ഉണ്ടാവാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഈ റിയാക്ഷൻ നടക്കാം അല്ലെ. കൊബാൾട്ട് ബീറ്റ ഡീകേ ചെയ്യുമ്പോൾ നിക്കൽ പ്ലസ് എന്താണ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോണും ഒരു റൈറ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോയും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നുള്ള ചാൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കാം, ഒരു എന്താണ് നോക്കിയേ ഇലക്ട്രോൺ എങ്ങനെയാണ് സ്പിന്ന് നോക്കണ്ട, സ്പിൻ എന്തിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ, സ്പിൻ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. സോ അതെന്തായാലും കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ അതേ ഡയറക്ഷനിൽ. ഇവിടെ നോക്കിയേ ഇലക്ട്രോൺ ആണ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ അതേ ഡയറക്ഷനിൽ. ദാറ്റ് മീൻസ് ഒരു റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ ആണല്ലേ ഇത്, അത് കാരണം അതിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനും ഒരേ ഡയറക്ഷനിലാണ്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ ആവാം. ദെൻ അപ്പോ നമ്മളുടെ ഉണ്ടായ ആന്റി ന്യൂട്രൺ എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും ഫോർ ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കാരണം ഇത് കൊബാൾട്ടിന്റെ അതേ ഡയറക്ഷനിൽ പോയി. സോ ആന്റി ന്യൂട്രൺ എന്താവും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ എന്താണ് ദാറ്റ് മീൻസ് സ്പിന്നിന്റെ ഡയറക്ഷൻ കൊബാൾട്ടിന്റെ അതേ ഡയറക്ഷൻ തന്നെ. ദെൻ മോഷൻ ആന്റി ന്യൂട്രൺ ഉണ്ടായ ആന്റി ന്യൂട്രനോടെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നേരെ തിരിച്ച്, ദാറ്റ് ഈസ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രനോ, ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രൺ. അപ്പൊ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ ഏത് റിയാക്ഷൻ വേണമെങ്കിലും ഹാപ്പൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ. കാരണം കൊബാൾട്ട് ഡീകേ ചെയ്തുകൊണ്ട് നിക്കൽ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രൺ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ ആവാം. ഒന്നെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ പ്ലസ് റൈറ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രൺ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ പ്ലസ് ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രൺ ഉണ്ടാവും. ഈ രണ്ട് പോസിബിലിറ്റീസും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ബൈ ഇങ്ങനെയൊക്കെ ഈ രണ്ട് ഇതിലും എല്ലാം കൺസേർവ്ഡ് ആണ്. എന്താണ് ലീനിയർ മൊമെന്റം നോക്കുകയാണെങ്കിലും ആംഗുലർ മൊമെന്റം നോക്കുകയാണെങ്കിലും കൺസർവേഷൻ ഓഫ് എനർജി നോക്കുകയാണെങ്കിലും ഈ ഇതേതും എന്തെന്ന് ചെയ്യുന്നില്ല, വൈലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതെല്ലാം ഈ ഇങ്ങനെ റിയാക്ഷൻസിൽ ഓക്കെയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇതിൽ ഈ രണ്ടാമത്തെ കേസ് നടക്കാൻ സാധ്യത ഉണ്ടോ? അതായത് ഒരു റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോണും ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോയും ഇങ്ങനെ ഈ രീതിയിൽ ആ റിയാക്ഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ എന്ത്, ഒരു ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ആന്റി ന്യൂട്രിനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്നത് അതിന്റെ സ്പിന്നിന്റെയും അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനും ഓപ്പോസിറ്റ് അല്ലേ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോ. അങ്ങനെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ല. അതായത് കൊബാൾട്ടിന്റെ അതേ ഡയറക്ഷനിൽ അല്ലെ, ഇവിടെ ഉണ്ടാവുന്നത് റൈറ്റ് ഹാൻഡഡ് ഇലക്ട്രോണാണ്. ദാറ്റ് മീൻസ് കൊബാൾട്ടിന്റെ അതേ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഒരിക്കലും അപ്പൊ എന്ത് ചെയ്യുന്നില്ല, എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഒബ്സർവ് ചെയ്ത കാര്യം അതാണ്. അതായത് ഇങ്ങനെ അതായത് എന്താണ് കൊബാൾട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. അതായത് ഈ കേസ് നോക്കിയേ, ഈ കേസിൽ കൊബാൾട്ട് ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത്, അതായത് അതിന്റെ സ്പിൻ അങ്ങോട്ടാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ്, അതിന് ബാക്ക്വേർഡ് ആയിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇതാണ് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് മറ്റേത് പോസിബിൾ ആയില്ല എന്നുള്ള തോട്ട് പിന്നെയാണ് വന്നത്. അപ്പോഴാണ് നമ്മളുടെ ആന്റി ന്യൂട്രിനോസ് എല്ലാം റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആന്റി ന്യൂട്രിനോ എക്സിസ്റ്റ് ചെയ്യില്ല. ലെഫ്റ്റ് ഹാൻഡഡ് ആന്റി ന്യൂട്രിനോ എക്സിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവോ? ഇല്ല. ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് അല്ലെ, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ഒന്ന് ലൈറ്റ് ആകുമ്പോൾ എന്താവും, മറ്റേത് ലെഫ്റ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ് ആന്റി ന്യൂട്രിനോ ലെഫ്റ്റ് ആയിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആയാലും ഇത് റൈറ്റ് ആവുള്ളൂ. അപ്പോൾ ആന്റി ന്യൂട്രിനോ എങ്ങനെയായിരിക്കും, എപ്പോഴും റൈറ്റ് ആയിരിക്കും. സോ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ എന്താവും, ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും, വിച്ച് മീൻസ് ബാക്ക്വേർഡ് ടു ദ opposite to the direction of the spin of the cobalt. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് കേസ് മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ, ഈ ഒരു കേസത്തെ
എന്ത് ചെയ്യുന്നുള്ളൂ, ഹാപ്പൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ളൂ, അങ്ങനെ ഹാപ്പൻ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അല്ലെ. മറ്റേ കേസ് എന്ത് ചെയ്യുന്നില്ല, ഹാപ്പൻ ചെയ്യുന്നില്ല, മറ്റേത് സംഭവിക്കുന്നില്ല. ആക്ച്വലി നിങ്ങൾ നോക്കിയേ, ഈ ഫസ്റ്റ് കേസിന്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ രണ്ടാമത്തെ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കേസ് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല അല്ലെ. ഈ രണ്ടാമത്തെ കേസ് നടക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ടാമത്തേത് കേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫസ്റ്റത്തിന്റെ മിറർ ഇമേജ് അല്ലേ, ഒന്ന് നോക്കിയേ, കണ്ടോ, ആന്റി ന്യൂട്രിനോ ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ആണ്, അതിന് പാരിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എടുത്താൽ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആന്റി ന്യൂട്രിനോ കിട്ടും. അതുപോലെ ലെഫ്റ്റ് ഹാൻഡഡ് ഇലക്ട്രോണിന്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ കിട്ടും ഇല്ലേ. അപ്പൊ അതായത് ഇതിന്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ ഇതിന്റെ പാരിറ്റി ട്രാൻസ്ലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു രണ്ടാമത്തെ പോസിബിലിറ്റി ഒരിക്കലും ഹാപ്പൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. വിച്ച് മീൻസ് അവിടെ പാരിറ്റി എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഒരു റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് എന്നുള്ള വ്യത്യാസം അവിടെ വളരെ വലുതാണ്. കാരണം അത് എന്താണ്, ആന്റി ന്യൂട്രിനോസ് എപ്പോഴും റൈറ്റ് ഹാൻഡഡേ ഇരിക്കുള്ളൂ, അവര് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കില്ല. അതായത് ഇത് എന്താണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സിസ്റ്റത്തിൽ നടക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ടു. പാരിറ്റി കൺസേർവ് ആവുന്നത് എപ്പോഴാ, ഇഫ് വി കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ദ റൈറ്റ് ഹാൻഡഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ് അല്ലെ. റൈറ്റ് ഹാൻഡഡ് എന്നും ലെഫ്റ്റ് ഹാൻഡഡ് എന്നും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റരുത്. ദാറ്റ് മീൻസ് രണ്ടിലും സെയിം ആയിരിക്കണം എല്ലാ ലോയും അല്ലെ. അല്ലാതെ ആ ലോ ആ ഒരു ഇത് പാർട്ടിക്കിൾ അതിന്റെ ഹാൻഡഡ്നെസ് മാറി എന്ന് കരുതി അല്ലെ, ഒരു പാർട്ടിക്കിൾ ലെഫ്റ്റ് ഹാൻഡഡ് ആവുമ്പോൾ മാത്രമേ ഈ ലോ കൺസേർവ്ഡ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആവുമ്പോൾ ഇത് ഇങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ള വ്യത്യാസം ഒരിക്കലും ഇല്ല. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം എന്താണ്, പാരിറ്റി കൺസേർവ്ഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു വ്യത്യാസം വന്നു അല്ലെ. റൈറ്റ് ഹാൻഡഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, മറ്റതിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദർ വിൽ ബി എ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ഹാൻഡഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ്. സോ ഹിയർ പാരിറ്റി ഈസ് വയലേറ്റഡ്. ഇവിടെ എന്ത് സംഭവിച്ചപ്പോ പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ ഇങ്ങനെയാണ് ബീറ്റ ഡീകേ അല്ലെങ്കിൽ വീക്ക് ഇന്ററാക്ഷൻസിൽ എന്ത് ചെയ്യുന്നത്, പാരിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ടത്. നോക്കിയേ, സോ ഹിയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, കൊബാൾട്ട് 60ന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടോ, അതാ പോസിറ്റീവ് ഇസഡ് ആക്സിസിലോട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, നെഗറ്റീവ് ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ അതിന്, അതായത് കൊബാൾട്ട് 60ന്റെ സ്പിന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ്, കണ്ടോ ഇവിടെ കണ്ടോ, എന്താണ്, വി ഹാവ് ദ ക്ലോക്ക് വൈസ് സ്പിൻ. ഓക്കെ, അപ്പോ ഇലക്ട്രോണിന്റെ എമിഷൻ എങ്ങോട്ടാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. ഇനി ഇതിന്റെ എന്താണ്, ഇതിന്റെ ഓക്കെ നെക്സ്റ്റ് കേസ് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഡയറക്ഷനിലോട്ട് നമ്മൾ നേരത്തെ കണ്ടു തന്നെ, മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലോട്ട് ഇലക്ട്രോൺ എങ്ങോട്ട് സ്പിൻ ചെയ്യുക, ഇലക്ട്രോൺ അതേ ഡയറക്ഷനിലോട്ട് എമിറ്റ് ചെയ്യും. അപ്പൊ ആന്റി ന്യൂട്രിനോ എന്താവും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ആന്റി ന്യൂട്രിനോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ആന്റി ന്യൂട്രിനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ ഈ ഒരു ഭാഗത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കേസ് ഹാപ്പൻ ചെയ്യുമോ, ഇല്ല. അതെന്ന് പറയുന്നത് എന്തില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വു എന്താണ് ഇത് ചെയ്തത്, വാട്ട് വു ഫൗണ്ട് കണ്ടോ, വാട്ട് വു ഫൗണ്ട് ഈസ്, വു എന്താണ് കണ്ടത്, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. അതേ ഇതിലാണ് കൊബാൾട്ട് 60ന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺ എങ്ങോട്ടാണ് എമിറ്റ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതായിട്ടാണ് വു കണ്ടെത്തിയത്, വു ഫൗണ്ട് ചെയ്തത്. അതിനുള്ള കാരണം എന്താണ്, ബിക്കോസ് ആന്റി ന്യൂട്രിനോസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും, റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ആന്റി ന്യൂട്രിനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എമിറ്റ് ചെയ്തത്. കാരണം ആ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഒക്കെ എന്താണ്, ലെഫ്റ്റ് ഹാൻഡഡ് ആണ് അല്ലെ. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആന്റി ന്യൂട്രിനോസ് റൈറ്റ് ഹാൻഡഡ് ആണ്, ബൈ ദ കൺസർവേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലെ. ഒന്ന് ഇതാവുമ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് അപ്പൊ ഈ വു ഇങ്ങനെ മാത്രം ഫൗണ്ട് ചെയ്യാനുള്ള കാരണം. മറ്റേ പോസിബിലിറ്റി ഉണ്ടായിട്ട് കൂടി എന്താണ്, ഇത് ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ എമിറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അല്ലെ. കൊബാൾട്ടിന്റെ അതേ സ്പിന്നിന്റെ അതേ ഡയറക്ഷനിൽ എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള
ഒരു ഇലക്ട്രോണിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല, വിച്ച് മീൻസ് ദാറ്റ് പാരിറ്റി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസേർവ്ഡ് അല്ല. പാരിറ്റി കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആന്റി ന്യൂട്രിനോക്ക് ലെഫ്റ്റ് ഹാൻഡോ ആവാം അല്ലെ. അതായത് ഹാൻഡ് മാറി എന്ന് വിചാരിച്ച്, റൈറ്റ് ലെഫ്റ്റ് മാറി എന്ന് വിചാരിച്ചിട്ട് ആ പാർട്ടിക്കിളിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആന്റി ന്യൂട്രോസിന്റെ കേസിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് എന്താണ് കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ അതേ ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്തത്, എമിറ്റ് ചെയ്യാതിരുന്നത്. പകരം കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്തത്, എമിറ്റ് ചെയ്തത്. സോ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഗോ എന്ത് ചെയ്തത്, പറഞ്ഞത് വീക്ക് ഇന്ററാക്ഷൻസിൽ, അതായത് നമ്മളുടെ ആന്റി ന്യൂട്രിനോസും എന്തിൽ മാത്രമേ പങ്കെടുക്കുള്ളൂ, വീക്ക് ഇന്ററാക്ഷൻസിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. സോ ബീറ്റ ഡിക്കേസ് വീക്ക് ഇന്ററാക്ഷൻ. സോ അങ്ങനെ വീക്ക് ഇന്ററാക്ഷൻസിൽ അല്ലെങ്കിൽ ബീറ്റ ഡിക്കേ പാരിറ്റി എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് വി നോ ദാറ്റ് സ്ട്രോങ് ഇന്ററാക്ഷൻസിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻസിലും ഒക്കെ പാരിറ്റി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ് അല്ലെ. നമ്മൾ മുന്നേ ഒരു ടേബിൾ വരച്ചിരുന്നു ഏതൊക്കെയാണ് കൺസേർവ്ഡ് ഏതിലൊക്കെയാണ് എന്നുള്ളത്. സോ പാരിറ്റി അതിലെല്ലാം കൺസേർവ്ഡ് ആയിരുന്നു. പക്ഷേ ബീറ്റ ഡിക്കേയിൽ പാരിറ്റി എന്ന് പറയുന്നത് കൺസേർവ്ഡ് അല്ല, ബിക്കോസ് ബീറ്റ ഡിക്കേ ഇസ് എ വീക്ക് ഇന്ററാക്ഷൻ. Okay, and the neutrinos and anti-neutrinos are participated in weak interaction, and all neutrinos are left-handed and all anti-neutrinos are right-handed. സോ അവരുടെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ബീറ്റ ഡിക്കേയിൽ ഈ ഒരു പാരിറ്റി വയലേറ്റ് ചെയ്യാനുള്ള റീസൺ അല്ലെ. സോ ഈ ഒരു രീതിയിലാണ് ഇത് എന്താണ് പാരിറ്റി എന്ത് ചെയ്യുന്നത്, വയലേറ്റ് ചെയ്തത്. ഓക്കെ, കണ്ടോ, ഇതായിരിക്കും നമ്മളുടെ നമ്മൾ പറഞ്ഞില്ലേ എന്താ, കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ ഇതാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. ഇത് ഒരു പാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ നേരെ എന്താണ് സംഭവിക്കേണ്ടത്, ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്താണ് കൊബാൾട്ടിന്റെ അതേ ഡയറക്ഷനിൽ എമിറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടോ, പാരിറ്റി കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് പോസിബിലിറ്റീസും നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പാരിറ്റി കൺസേർവ്ഡ് അല്ലാത്തത് കൊണ്ട് ഈ ഫസ്റ്റ് കേസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പോസിബിൾ ആയിട്ടുള്ളൂ, മറ്റേത് ഹാപ്പൻ ചെയ്യുന്നില്ല. സോ ഇത് സെയിം തന്നെയാണ് ഇലക്ട്രോണിന്റെ മൊമെന്റം, അതായത് ഇത് ഇലക്ട്രോണിന്റെ സ്പിൻ എന്താണ്, സ്പിന്നിന്റെ ഇലക്ട്രോണിനും ഒരു ഇൻട്രിൻസിക് സ്പിൻ ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ ഇല്ല, അത് സെയിം കൊബാൾട്ടിന്റെ സ്പിന്നിന്റെ അതേ ഡയറക്ഷൻ ആണ്. കൺസർവേഷൻ ഓഫ് സ്പിൻ ആംഗുലർ മൊമെന്റം. ദെൻ പക്ഷേ ഇലക്ട്രോണിന്റെ മൊമെന്റം, ഡയറക്ഷൻ ഓഫ് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നേരെ opposite to the direction of spin of cobalt. That means it is the real space. അതാണ് റിയൽ സ്പേസ്. ഇനി ഒരു മിറർ സ്പേസിലേക്ക് വരുമ്പോൾ, മിറർ സ്പേസിൽ എന്ന് പറഞ്ഞാൽ പാരിറ്റി ട്രാൻസ്ഫോർമേഷനിലോട്ട് വരുമ്പോൾ എന്താണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെ ഒരു കേസ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യും. So these all So this is all about the parity violation in beta decay. So today we discussed about what you mean by parity. It's just the flip the sign of the coordinate axis. Then what you mean by right-handed and what you mean by left-handed. എപ്പോഴാണ് right-handed എന്ന് പറയുക, left-handed helicity. Helicity for a right-handed is +1 and for left-handed it is -1. If the direction of spin and direction of momentum are in the same direction, then it is a right-handed system. And if the direction of spin and the direction of momentum is in opposite direction, then it is a left-handed. Then we discussed about the case of neutrino and anti-neutrino. All neutrinos are left-handed and all anti-neutrinos are right-handed. Right? Then number beta decay and a neutron will become proton plus electron plus anti-neutrino. That is a weak interaction. Then by the Wu experiment with cobalt, Wu found out that what parity get violated in beta decay. So this is all about beta parity violation in beta decay. Thank you.